സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പുകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. മനസ്സ വാച കർമ്മണ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ വ്യക്തികളായി തീരണമെന്നാണ് തിരുവചന ഭാഗത്തിൽ നിന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക. സുവിശേഷത്തിലെ തിരുവചന ഭാഗം തുടങ്ങുന്ന ഇപ്രകാരമാണ്: വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു എന്ന്. പഴയ നിയമത്തിൽ മോശയുടെ നിയമപ്രകാരമാണ് വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധങ്ങൾ സ്ത്രീയും പുരുഷനുമായി സംഭവിച്ചാൽ അത് വ്യഭിചാരമാണ്. മറ്റൊരു സ്ത്രീയെയോ മറ്റൊരു പുരുഷനെയോ വിവാഹത്തിന് പുറമേ ലൈംഗിക ബന്ധത്തിൽ കൊണ്ടുവന്നാൽ അത് വ്യഭിചാരമാണ്. അങ്ങനെയുള്ളതാണ് വ്യഭിചാരമായിട്ട് കരുതുക എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുനാഥൻ അതിനൊരു നവീകരിതമായ അവതരണമാണ് നൽകുക. ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു എന്ന്. അതായത് ലൈംഗികമായിട്ടുള്ള ആസക്തിയോടുകൂടി ഒരു പുരുഷനെയോ സ്ത്രീയുമായോ ചിന്തയിലേക്ക് കൊണ്ടുവന്നാൽ, മനസ്സിൽ കൊണ്ടുവന്നാൽ അവളുമായി വ്യഭിചാരം ചെയ്തു എന്നാണ്. അതിന് പ്രകാരമാണ് ഉത്തരം പറയുക: നിന്റെ കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴലെടുത്ത് കളയുക. നീ ഒരു കണ്ണോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, 2 കണ്ണുകളോടുകൂടി നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന്. തുടർന്ന് വീണ്ടും പറയുകയാണ്: നിന്റെ വലത് കൈ പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിയെറിഞ്ഞ് കളയുക. ഒരവയവം നഷ്ടപ്പെട്ടാലും അപ്രകാരം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് 2 കൈകളോടുകൂടിയും നരകത്തിൽ പ്രവേശിക്കുന്നേക്കാൾ നല്ലതെന്ന്. അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാവുകൊണ്ടും പാപം ചെയ്യരുതെന്ന് വ്യക്തമാക്കുകയാണ്. 1-ാമത്തെ വായനയിൽ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായനയിൽ നാം കാണുക ഇപ്രകാരമാണ്. 19-ാമത്തെ അധ്യായം സോതോമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതമാണ്. സോതോം ഗൊമോറ മ്ലേച്ഛതയുടെ ഒരു നാടായിപ്പോയി. എല്ലാവിധ മ്ലേച്ഛതകൾക്കും അവർ അടിമപ്പെട്ടു. അവിടെയാണ് ലോത്ത് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നതായിട്ട് കാണുക. തൻ്റെ മക്കളെപ്പോലും അതിഥികൾക്ക് സ്വീകരണത്തിന് വേണ്ടി നൽകുമ്പോൾ അപ്രകാരം സോതോം ഗൊമോറ നശിച്ചു പോയതിൻ്റെ അവസ്ഥയാണ് കാണുക. എന്നാൽ ലോത്ത് അതിനെല്ലാം വ്യത്യസ്തമായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ആ വ്യക്തിയെ നമുക്ക് മാതൃകയായി നൽകുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതവും ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങളുടെ പിന്നാലെ, മ്ലേച്ഛതയുടെ പിന്നാലെ, പാപത്തിൻ്റെ പിന്നാലെ, തിന്മയുടെ പിന്നാലെ പരക്കം പായാതെ വിശുദ്ധമായ ജീവിതം നയിച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കണമെന്ന് 1-ാമത്തെ വായനയിൽ ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തെ വായനയിൽ സാമുവേലിൻ്റെ പുസ്തകം 2-ാം സാമുവേൽ 12-ാം അധ്യായത്തിൽ നാം കാണുക, നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് രാജാവിനെ താൻ ചെയ്ത തെറ്റ് എന്താണെന്നും ആ തെറ്റിൽ നിന്നും മാറണമെന്നും അദ്ദേഹത്തിനെ മനസ്സിലാക്കി നീതിയുടെ മാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ ദാവീദ് രാജാവ് തെറ്റ് മനസ്സിലാക്കിയിട്ട് പാനസാദരത്തിൻ്റെ വഴിയിലേക്ക് വന്ന്, അനുതാപത്തിൻ്റെ വഴിയിലേക്ക് വന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന അവസ്ഥയാണ് പിന്നീട് കാണുക. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന ഒരു പാപിയുടെ ദൂത്തുപുത്തൻ്റെ ആ ഒരു മനസ്സാന്തരത്തിൻ്റെ വഴിയാണ് അവിടെ കാണുക. നമുക്ക് അപ്രകാരം മനസ്സാന്തരത്തിൻ്റെ വഴിയിലൂടെ നീങ്ങണമെന്നും 2-ാമത്തെ വായന ഓർമ്മപ്പെടുകയാണ്. വായനയിൽ നാം കാണുക ഇപ്രകാരമാണ്. തിമോത്തിയോസിന്റെ ലേഖനം: യൗവനത്തിൻ്റെ എല്ലാവിധ തിന്മകളിൽ നിന്നും ഒഴിവായി വിശ്വാസം, നീതി, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വെച്ച് മുന്നേറുക എന്ന്. യുവസഹജമായ എല്ലാവിധത്തിലുള്ള മോഹം ഓടി അകലുക. യുദ്ധം വെട്ടി നിൽക്കുകയല്ല, പരപൊരി നിൽക്കുകയല്ല, മറിച്ച് തിന്മയാണ് മനസ്സിലാകുമ്പോൾ ഓടി അകലാൻ ശ്രമിക്കുക. യുവാക്കളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള പ്രകാരമാണ്: ഈ തിന്മയുടെ ലോകത്ത് നിന്ന് യുദ്ധം വെട്ടി നിൽക്കാനായിട്ട് ശ്രമിക്കാതെ തിന്മയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഓടി അകലാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് നന്മയുടെ മനുഷ്യരാകാൻ ശ്രമിക്കാം. ഈ നോമ്പുകാലം അതിനുള്ളതാണ്. തിരുവചന ഭാഗം പ്രകാരമാണ് അവസാന ഭാഗത്തിൽ നാം ചിന്തിക്കുക. വിവാഹത്തിൻ്റെ പരിശുദ്ധി വ്യക്തമാക്കുകയാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു എന്ന്. മോശയുടെ നിയമമാണ് ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാമെന്ന്. ഇന്നൊക്കെ നമ്മുടെ രൂപതയിലേക്ക് അരമന കോടതികളിൽ
നോക്കിയാൽ എത്രയോ കണക്കിന് ആയിരക്കണക്കിന് കേസുകളാണ് വിവാഹ ബന്ധപ്പെടുത്തുവാനായിട്ട് വരിക. സൗന്ദര്യം പോരാ, ആരോഗ്യം പോരാ, കളർ പോരാ, പണം പോരാ, വിദ്യാഭ്യാസമില്ല, കുടുംബമഹിമയില്ല, അങ്ങനെ പലതും പറഞ്ഞ് സാരകാര്യം തൊടുനായങ്ങൾ പറഞ്ഞ് വിവാഹബന്ധം ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ വിവാഹ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം കേസുകൾ അരമന കോടതിയിൽ കെട്ടിക്കിടക്കുക. വിവാഹ ജീവിതം നാം തിരുവചനത്തിൽ കണ്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ടുകൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന്. എന്നിട്ട് എന്തേ അല്പം പണത്തിന് വേണ്ടി, അല്പം സൗന്ദര്യക്കുറവിന് ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടാണ് വിവാഹബന്ധം വേർപെടുത്താൻ ശ്രമിക്കുക. മക്കൾക്ക് മാതൃകയായി ജീവിക്കാൻ ശ്രമിക്കണം. സ്നേഹത്തിൽ ഒരുമപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ സാധിക്കണം. വിവാഹം വിശുദ്ധമാണ്. ആദത്തെയും ഹവ്വയും ദൈവം യോജിപ്പിച്ചതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതെ, വിവാഹ ജീവിതം അത്രമാത്രം പരിശുദ്ധമായി നയിക്കേണ്ടതാണ്. സ്നേഹത്തിൽ ഉടലെടുക്കേണ്ടതാണ്, സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതാണ്. വിവാഹത്തെ അംഗീകരിക്കാനും വിവാഹത്തെ ഉൾക്കൊള്ളുവാനും ഭാര്യഭർത്താക്കന്മാർ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് മക്കൾക്ക് നല്ല മാതൃകയായി ജീവിക്കാനും പ്രത്യേകം ശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് നമുക്ക് മനസ്സ വാച കർമ്മന പാപം ചെയ്യാതെ പരിശുദ്ധരായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ദിവ്യനാളിൽ പ്രാർത്ഥിക്കാം. ഒരു നവീകരിക്കുന്ന വ്യക്തിയായി ജീവിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. വിശുദ്ധ തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.